റൈറ്റിൽ കൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മളൊരു കേവ് ഉണ്ട്, അവിടേക്കാണ് യാത്ര തിരിക്കുന്നത്. ഒരുപാട് പേരൊക്കെ വന്ന് പോകണൊക്കെ ഉണ്ട്. ഇതങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നില്ല, അങ്ങനെ ആർക്കും അറിയാണ്ടിരുന്നില്ല. പിന്നെ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ ഇങ്ങോട്ട് വന്ന് അപ്പോൾ ഇത് ഒന്ന് ക്ലിക്കാവാൻ തുടങ്ങി. വീടുകളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ ചോദിച്ചപ്പോൾ ആദ്യം മനസ്സിലായില്ല. പിന്നെ ഒരു പെൺകുട്ടി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ക്ലിക്കായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ വീഡിയോ കണ്ട് വരികയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ആന്നും പറഞ്ഞു. ഒരുപാട് കോവിലൊക്കെ ഉണ്ട്, നല്ല ശില വർക്കുകളൊക്കെ ഒരുപാടുണ്ട്. രസമുണ്ട് കാണാൻ, കളർ പെയിൻ്റ് അടിച്ചിട്ടൊക്കെ. അവിടെ ആ കുന്നിൻ്റെ മേലെ കാണുന്നത് ചുവന്ന മണ്ണ് കണ്ടില്ലേ, അവിടെയാണ് ഈ പറഞ്ഞ കേവ് ഉള്ളത്, ഭൂമിയുടെ അടിക്കുള്ള കേവ്. അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല, എന്നുവെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അങ്ങനെ പോകാനൊക്കെ പറ്റും, നമുക്ക് വഴിയുണ്ട്, ആ വഴി കൂടെ തന്നെ പോവാം, വഴി തെറ്റില്ല. കുറേ അലഞ്ഞ് തിരിയേണ്ടൊക്കെ വരും. നമ്മൾ ആ റോട്ടിൽ നിന്നാണ് തിരിഞ്ഞത്. തിരിയുമ്പോൾ ഒരു കുളം കാണാം, ഒരു ആമ്പൽക്കുളം. ആ കുളത്തിൻ്റെ സൈഡിൽ റോഡാണ് നേരെ പോകുന്നത് ആ കേവിലേക്കാണ്. ഇതെവിടെയെന്ന് നമ്മളാ കിണർ തന്നെ അന്വേഷിക്കാൻ പോയില്ലേ മലയുടെ മേലെ, അതുപോലെ ആവും തോന്നണത് കണ്ടിട്ട്. ഇവിടെ കിണറാന്ന് തോന്നുന്നു കണ്ടിട്ട്. അയ്യോ സൂപ്പർ. ഏകദേശം ഈ മണ്ണിൻ്റെ ലുക്ക് കണ്ടില്ലേ, അതെ ഇതിങ്ങനെ റെഡിമെയ്ഡ് ആയുള്ളതാണ്, ഇവിടെ ഉള്ളതാണ്, ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കേവ് പോകാറുണ്ട്, അത് കാണാനാണ് വന്നുള്ളത്. നമ്മൾ എവിടെ എങ്ങനെ ധാരണ കിട്ടുന്നില്ല. ഇതാണ് മണ്ണ്, ഇതിൻ്റെ ഭൂമിയുടെ അടിക്ക് ഒരു ഇതുണ്ട്, അതാണ് ചോദിക്കണം നമ്മൾ. പനനൊങ്ങും ഇഷ്ടം പോലെ പനനൊങ്ങ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ വഴിക്ക് എത്തി. കുറേ ആൾക്കാർ പോകണ്ടല്ലോ എവിടേക്ക്. ഇവിടെ ഒരു പാടം ഉണ്ടാവും, അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാലാണ് ഈ കേവ് എന്ന് പറഞ്ഞത്. നീ എന്താ അങ്ങോട്ട് പോണേ? നേരെ ഒരുപാട് വെള്ളാറം കല്ലുണ്ട് ഇവിടെ, കണ്ടോ, നല്ല രസമുള്ള കല്ലുകളാ. മീനൊക്കെ ഒരു അക്വേറിയത്തിലിടാം. അപ്പോൾ ഒരുപാട് കള്ള് കുടിക്കാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ ചോദിച്ചപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണെന്ന് പറഞ്ഞു. കല്ലൊക്കെ ഗ്രിപ്പുണ്ട്, നല്ല മൂർച്ചയുണ്ട്. ഒരു യൂട്യൂബ് ബ്ലോഗർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. ആളാണ് ഒന്നും കൂടി വൈറലാക്കിയത് ഈ സ്ഥലം. അതിന് ശേഷം ഒരുപാട് പേര് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വന്നപ്പോഴും ഞങ്ങളോട് ആ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് വരികയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ സമ്മതിക്കാൻ ഇതാൻ പോയില്ല, ആന്ന് പറഞ്ഞു. കണ്ടാ എന്താ അവസ്ഥ, കണ്ടാ? കിട്ടിയില്ലേ? എളുപ്പല്ലോ, ഇറങ്ങാൻ സുഖം, കയറാനാണ് പണി. സംഭവം അടിപൊളിയാണ്. ഇതിൽ ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട്, ഷൂട്ടിങ് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. നേരെ ഇറങ്ങാം. ഇപ്പോൾ കേവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഞങ്ങൾ. രക്ഷല്ല, അടിപൊളി കേവാണ്. കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ഒരാൾ കഷ്ടി നടക്കാനുള്ള വഴി തന്നെ ഇവിടെ ഉള്ളൂ. ഇതെന്താ ഇതിങ്ങനെ ഉണ്ടായുള്ളതാണ്, ഇത് ഉണ്ടാക്കിയുള്ളതൊന്നല്ല. ഇതൊക്കെ പണ്ട് വെള്ളം പോണ ഇടാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇങ്ങനെ കുറേ ഉണ്ട്. അവസാനം ഉണ്ട് അതിന്, വന്നോടത്തേക്ക് എത്തൂലേ? അവിടെ കുറച്ച് വെട്ടം വെളിച്ചുണ്ടല്ലേ. സംഭവം അടിപൊളി, ഇപ്പം അതിന് ഇഷ്ടമായിട്ടാ. ഇവിടെ മഴ പെയ്തെന്ന് തോന്നുന്നില്ലേ ഈ അടുത്ത്?
എനിക്കൊരു ഫീല് വരുന്നില്ല ഫോട്ടോ എടുക്കാൻ. ഞാൻ എടുത്തരാം. ഇവിടെ കുറച്ച് വെള്ളം ഉണ്ട്. മഴ പെയ്തെന്ന് പറഞ്ഞോണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. കാരണം നടക്കാനൊന്നും പറ്റുന്നില്ല. സംഭവം സീൻ തന്നെയാണ്. കാല് കയറ്റിക്കേണ്ടി വരും. ഷൂള്ളൊരു ഇറങ്ങണ്ട. ഇതാണ് ചെരുപ്പിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. നല്ല ആഴുണ്ട്. നിന്റെ കാല് നിന്റെ ഷൂ നീ എന്താ വെച്ചാ ചെയ്യേ? ഊരണോ ചോദിക്കണ. ഞാൻ പാന്റ് നനയ്ക്കണ്ട നടന്നു മഴ വെള്ളത്തിന്റെ ഇതുള്ള ഏരിയ. നമ്മള് ചെരുപ്പ് കഴിച്ചിട്ടാണ്. എന്താ ആർമി ട്രെയിനിങ് ആണ് അവിടെ? ആർമി ട്രെയിനിങ് ആണ്. നുഴഞ്ഞു കയറാൻ പഠിക്കണം. ടയറൊക്കെ ഉണ്ട്. നനഞ്ഞ മൊത്തം നനഞ്ഞു. കണ്ടില്ലേ ചെരിപ്പ്? മൊബൈല് കിടക്കാൻ പറ്റില്ല. കഴിഞ്ഞു ഇത്ര ഉള്ളൂ അല്ലേ? അവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കാം. കിടന്നോ? ഞങ്ങൾ എന്തിനാണ് വെട്ടി കഴിക്കുന്നത്? മൊബൈലോ? ഇപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആ കേവിൻ്റെ ഉള്ളിൽ നിന്ന് റോഹിത്തോടെ കുട മറന്ന് വെച്ചു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയേക്കാണ്. എവിടെ വെച്ചതെന്ന് നമുക്ക് തന്നെ ഓർമ്മയില്ല. ഫുള്ള് പനകളും നല്ല രസമുണ്ട്. പക്ഷെ നല്ല ചൂടും ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ആകെ നനഞ്ഞേക്കാണ് ഉണ്ടായത്. ഇതാണ് കല്ലിൻ്റെ ഒരു ഡിസൈൻ. പാറ മട്ടിപ്പാറ അല്ലേ? മട്ടിപ്പാറ എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് അതിൻ്റെ ഒരു ഡിസൈൻസ്. ഇപ്പോൾ ഒരുപാട് പേരൊക്കെ ഉണ്ട് കാണാൻ വരുന്നുണ്ട്. അതിന് നല്ലൊരു പ്ലേസ് തന്നെയാണിത്. കാരണം അത്രയും പോപ്പുലർ അറിയപ്പെട്ടിട്ടില്ല. 1-2 പേരൊക്കെ യൂട്യൂബ് വീഡിയോക്കാർ വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ ഒന്ന് അറിയപ്പെട്ടു തുടങ്ങി. കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പിന്നെ മൊത്തം ഇവിടെ കള്ളുകൂടിയാണ് ആൾക്കാർ. എല്ലാ മണ്ടമേളിലും സ്മോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഏരിയയാണ്. ഞാൻ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. നേരമൊക്കെ പോകും. ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നല്ല എയിമാണ്. ഇടുക്ക് കല്ലിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴിയാണ് കാണുന്നത്. ഇതിൻ്റെ കൂടെ വെള്ളം ഇങ്ങനെ പോകും. ഒരു ചെറിയൊരു പുഴ തന്നെയാണ്, വറ്റിക്കിടക്കുകയാണ്. ഇപ്പോൾ ഇടുക്ക് കല്ലെന്നാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ആണ് കേവ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കുക ഇടുക്ക് കല്ലെന്നാണ്. എന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇതറിയപ്പെടാത്ത സ്ഥലമാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇതിങ്ങനെ അറിയപ്പെട്ട് വരുന്ന ആൾക്കാർ കൂടി വരുന്നു. അതുവരെ ആരും കണ്ട് വന്നിരുന്നില്ല. ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാരുടെ കള്ള് കുടിക്കുന്ന ഒരു പ്ലേസ് അങ്ങനെയായിട്ടാണ് ഇതിനെ കാണുക. ഇവിടെ ക്രിക്കറ്റ് കളിയുണ്ട്. ബോളൊക്കെ അപ്പോൾ ഇവിടെ മാച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ലൊരു സ്ഥലം. ഇപ്പോൾ നമ്മൾ പുഴ പോണ വഴി കൂടെ നമ്മൾ നടന്നു പോകുന്നത്. മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം ഒഴുകി പോകും. ഒരു വഴിയുന്നത്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ജൂൺ മാസം. തമിഴ്നാട്ടിൽ ഇപ്പോൾ മഴയില്ല. നമ്മളിവിടെ കേരളത്തിൽ നല്ല മഴയാണ്. മഴ കൊണ്ടാണ് ഞാൻ വന്നത്. നോക്കുമ്പോൾ നല്ല വെയിൽ കണ്ട. ആകെ നനഞ്ഞു. അപ്പോൾ ഈ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഉണങ്ങുകയും ചെയ്യും.